ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ആവേശകരമായ അന്ത്യത്തിലേക്ക് 6 വിക്കറ്റ് ശേഷിക്കെ ദക്ഷിണാഫ്രിക്കന് വേണ്ടത് 27 റൺസ് മാത്രമാണ്. എൻറിച്ച് ക്ലാസന് അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. അർദ്ധ സെഞ്ചുറിയോടുകൂടി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ക്ലാസന്റെ ക്ലാസ് ഇന്നിങ്സ് തന്നെയാണിപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിയായതും ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിക്കുന്നതും. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് നേടിയിട്ടുണ്ട്. 24 പന്തിൽ 26 റൺസ് മാത്രം മതി ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ. കളി കൈവിടുന്ന ഒരു ലക്ഷണമുണ്ടോ? ഈ സാഹചര്യത്തിൽ നമുക്ക് ആവേശകരമായ അന്ത്യം എന്ന് പറയേണ്ടി വരും. കാരണം 4 ഓവറിൽ 26 റൺസ് ഒരു പക്ഷേ നമുക്കറിയാം. പക്ഷേ ഈ ഫോമിൽ ദക്ഷിണാഫ്രിക്ക തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് കപ്പ് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് അങ്ങനെ പറയേണ്ടി വരുന്നത് ഹെൻറിച്ച് ക്ലാസൻ ഇപ്പോഴും ക്രീസിലുണ്ട്. കേവലം 26 പന്തിൽ നിന്നാണ് അദ്ദേഹം 52 റൺസ് നേടിയത്. 5 പടുകൂറ്റൻ സിക്സറുകൾ സൈഫുദ്ദീൻ സ്റ്റേഡിയത്തിന് പുറത്തേക്കും ഗാലറിയുടെ മുകളിലേക്കുമൊക്കെ അടിച്ചകറ്റിയ 5 പടുകൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെ അദ്ദേഹം 52 റൺസ് അദ്ദേഹം നേടി. അതുപോലെ തന്നെ ട്രിസ്റ്റൻ സെപ്സ് 31 റൺസ് എടുത്ത് ഒരു മികച്ച ഇന്നിങ്സ് പടുത്തുയർത്തി. ക്വിന്റൻ ഡീകോക്ക് 31 റൺസ് എടുത്തു. ഇപ്പോൾ ഡേവിഡ് മില്ലർ, നമ്മൾ ഇതിനു മുൻപുള്ള വാർത്തയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ ഭയക്കേണ്ട 2 പേരായിരുന്നു ഹെൻറിച്ച് ക്ലാസനും അതുപോലെ തന്നെ ഡേവിഡ് മില്ലറും. ഈ 2 താരങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മേൽ ആധിപത്യം നേടില്ല എന്നാണ് ഒരു പക്ഷേ നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ത്യയുടെ സ്പിൻ ബൗളർമാരെ കൃത്യമായി പ്രതിരോധിക്കുകയും അവർക്ക് മേൽ വലിയ തോതിൽ സ്കോർ എടുക്കുകയും ചെയ്തു. നോക്കണം, അക്സർ പട്ടേൽ 4 ഓവറിൽ വഴങ്ങിയത് 49 റൺസാണ്. കുൽദീപ് യാദവ് 4 ഓവറിൽ വഴങ്ങിയത് 45 റൺസാണ്. അക്സർ പട്ടേൽ 49 റൺസ്, കുൽദീപ് 45 റൺസ്, അങ്ങനെയാണ് ഉള്ളത്. രവീന്ദ്ര ജഡേജ 1 ഓവറിൽ 12 റൺസാണ് വഴങ്ങിയത്. അപ്പോൾ പേസ് ബൗളർമാരെ മാത്രമല്ല, നമുക്ക് ആ ബൗളിംഗ് ഇത് എടുത്തു നോക്കുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും മാത്രമാണ് ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞത്, അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം എന്ന് പറയേണ്ടി വരും. കാരണം അർഷദീപ് 3 ഓവറിൽ കേവലം 16 റൺസ് മാത്രമാണ് വഴങ്ങിയത്, 2 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ജസ്പ്രീത് ബുംറ 3 ഓവർ പന്തെറിഞ്ഞു 16 റൺസ് മാത്രമാണ്. അപ്പം ഇന്ത്യയുടെ പേസ് ബൗളർമാർ വലിയൊരു എക്സ്പെൻസീവ് ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ സ്പിൻ ബൗളർമാരെ കൃത്യമായി പ്രതിരോധിച്ചു. കൂടുതൽ റൺസ് അവർ നേടി. അതിലെടുത്തു പറയേണ്ടത് ഹെൻറിച്ച് ക്ലാസന്റെ ഒരു ക്ലാസ് ഇന്നിങ്സ് എന്ന് പറയാം. ആ ക്ലാസ് ഇന്നിങ്സിലൂടെ അദ്ദേഹം ഇപ്പോൾ 52 റൺസ് എടുത്തിരിക്കുന്നു. എന്തായാലും 4 ഓവറിൽ 26 റൺസ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ 1 വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്ക് 1 വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. 5ാം വിക്കറ്റ് ദക്ഷിണാഫ്രിക്ക നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെൻറിച്ച് ക്ലാസന്റെ വിക്കറ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പന്തിൽ ഋഷഭ് പന്ത് പിടിച്ച് ക്ലാസൻ പുറത്താകുന്നു. ഇന്ത്യക്ക് വീണ്ടും വിജയ സാധ്യത എന്നീ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇനി ബാക്കിയുള്ളത് ജോൺസണും കേശവ് മഹാരാജും മാത്രമാണ്. അല്പമെങ്കിലും ബാറ്റിംഗ് പ്രതീക്ഷയുള്ളത് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് ലൈനപ്പിൽ ബാറ്റിംഗ് പ്രതീക്ഷയുള്ള 2 പേരും ഇനി ബാക്കിയുള്ളൂ. 3 പേർ, മാർക്കോ ജോൺസണും കേശവ് മഹാരാജും ഒപ്പം ഡേവിഡ് മില്ലറും. ഈ 3 പേരിൽ ഒരു പക്ഷേ ഇനി മില്ലറും ജോൺസണും നിലയുറപ്പിക്കാൻ അനുവദിക്കാതെ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തായാൽ വീണ്ടും പ്രതിരോധത്തിലാവും ദക്ഷിണാഫ്രിക്ക. ഒരു പക്ഷെ ഒന്ന് പൊരുതി നോക്കാവുന്ന ഒരവസ്ഥ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആവേശകരമായ അന്ത്യം എന്ന് തന്നെ പറയാം സൈഫുദ്ദീൻ. കാരണം മത്സരം ഇപ്പോഴും കൈവിട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം 5 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. T20യിൽ ഒരു 4 ഓവറിൽ 26 റൺസ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ലക്ഷ്യമല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏത് നിമിഷവും വിക്കറ്റുകൾ എടുക്കാൻ കെൽപ്പുള്ള ബൗളർമാർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനായാസമായി ദക്ഷിണാഫ്രിക്ക വിജയിച്ച് പോകും എന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയേണ്ടി വരും. കാരണം മാർക്കോ യാൻസൺ ആണ് ഇനി ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി ഇറങ്ങാനുള്ള ബാറ്റർമാരിൽ കുറെ കൂടി ഒരു ഓൾറൗണ്ട് മികവ് പുറത്തെടുക്കുന്ന ഒരു ബാറ്റർ മാർക്കോ യാൻസൺ ആണ്. പിന്നെ ഒരു പരിധിവരെ കേശവ് മഹാരാജും ആ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ കഗിസോ റബാഡയും അതുപോലെ തന്നെ ആൻഡ്രിച്ച് നോർത്തയും തബ്രേസ് ഷംസിയും ബാറ്റിങ്ങിൽ വലിയൊരു സംഭാവനകൾ, അല്ലെങ്കിൽ വലിയൊരു ഇന്നിങ്സ് ഒന്നും, അല്ലെങ്കിൽ ഒരു കൃത്യമായ കൂടുതൽ റൺസ് അങ്ങനെ അടിച്ചെടുക്കാൻ കെൽപ്പുള്ള ബാറ്റർമാരാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ പോലും മാർക്കോ യാൻസനും കേശവ് മഹാരാജ്, ഇപ്പോൾ മാർക്കോ യാൻസൺ ഇറങ്ങിയിട്ടുണ്ട്. മഹേഷ്, എന്തായാലും ആ നിലയ്ക്ക് ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും തുല്യ സാധ്യതയുള്ള അങ്ങേറ്റം ആവേശകരമായി ത്രസിപ്പിക്കുന്ന ഒരു മൊമെന്റിലേക്ക് കലാശ പോരാട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ക്രിക്കറ്റ് വിരുന്നു തന്നെയാണ് ഇന്നത്തെ ഫൈനൽ പോരാട്ടം എന്ന് പറയുന്നതിൽ തർക്കമില്ല. എന്നാലും ഇപ്പോൾ ഡേവിഡ് മില്ലറും മാർക്കോ യാൻസനുമാണ് ക്രീസിലുള്ളത്.
നിതിൻ സേവ്യർ കൂടി ചേരുന്നുണ്ട്. നിതിൻ, വലിയ പിരിമുറുക്കത്തിലായിരിക്കും കളിക്കമ്പക്കാർ, ആരാധകർ എന്നീ ഘട്ടത്തിൽ വേണം പറയാൻ. പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പടിക്കൽ കലമുടക്കുമോ എന്ന് തോന്നിയ ഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ഒരു വിക്കറ്റ് കൂടി പോയപ്പോൾ ഒരു പ്രതീക്ഷ അവരുടെ മുഖത്തുണ്ടോ നിതിൻ? സെബുദിന് അഞ്ചാമത്തെ ഓവർ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം, ആ ഒരു പ്രതീക്ഷ നിലവിൽ ആരാധകരുടെ മുഖത്തില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആ ക്ലാസിന്റെ ഒരു ക്ലാസിക് പോരാട്ടം, അദ്ദേഹത്തിന് ഒരു ക്ലാസിക് ഇന്നിംഗ്സ് കണ്ടതോടുകൂടി തന്നെ ഇന്ത്യൻ ആരാധകർ വലിയ നിരാശയിൽ അല്ലെങ്കിൽ ഒരു ആശങ്കയിലാണ്. പ്രത്യേകിച്ച് സ്പിൻ ബോളർമാരെയൊക്കെ അക്ഷർ പട്ടേലിനെയൊക്കെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അക്ഷർ പട്ടേൽ അടക്കമുള്ള സ്പിൻ ബോളർമാർക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ വേഗത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടി ദക്ഷിണാഫ്രിക്ക ഈ മത്സരത്തിലേക്ക് അതിശക്തമായി തിരികെ വരുന്ന കാഴ്ച കണ്ടു. അതോടുകൂടി തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ വളരെ കുറച്ച് റൺസാണ്, 21 പന്തിൽ 25 റൺസാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അത്ര ആവേശമില്ല. നമുക്ക് അവരോട് തന്നെ അവരുടെ ഒരു പിന്നെ പ്രതീക്ഷിക്കാം 25 റൺസ് മതി. 21 പ്രതീക്ഷിക്കണം ജയിക്കും. അത് തന്നെയാണ് ആരാധകർക്ക് വിജയിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം 21 പന്തിൽ 25 റൺസാണ് വഹിക്കാൻ വേണ്ടത്. പക്ഷേ പഴയൊരു ആവേശം, പഴയൊരു പ്രതീക്ഷ ആരാധന മുഖത്തില്ല. കാരണം വലിയ നിരാശ അല്ലെങ്കിൽ ആശങ്ക തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഒരു വിജയത്തിൽ നിന്നും തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തി മനോഹരമായി ഈ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഇന്ത്യക്കായെങ്കിലും ക്ലാസിന്റെയും ക്വിന്റൻ ഡിക്കോക്കിന്റെയും അടക്കമുള്ളവരുടെ ബാറ്റിംഗ് അത് വളരെ മികച്ച രീതിയിൽ ദക്ഷിണാഫ്രിക്ക മത്സരത്തിലേക്ക് ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ് നേടുന്നൊരു